മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസ് ഇന്ന് പരിഗണിക്കാനിരിക്കെ സുരേഷ് ഗോപി ഹാജരായില്ല. തുടർന്ന് കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. സ്ഥാപിത രാഷ്ട്രീയ മുതലെടുപ്പ് രാഷ്ട്രീയം, അതിലൂടെ ഭരണം കൈയാളൽ, ഈ ചിന്താഗതി നമുക്ക് ഒലച്ചു കൊടുത്തൂടെ? പറ്റുമോ നോക്കട്ടെ മോളെ, ഒന്ന് കാത്തിരിക്കട്ടെ കേട്ടാ, എല്ലാരും ഒന്ന് കാത്തിരിക്കട്ടെ കേട്ടാ. കോഴിക്കോട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 4 കോടതി പരിഗണിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകയുടെ തോളിൽ അനുവാദമില്ലാതെ സുരേഷ് ഗോപി കൈവച്ച് സംസാരിച്ചുവെന്നായിരുന്നു കേസ്. 2024 ഒക്ടോബർ 27 കേസിനാസ്പദമായ സംഭവം നടന്നത്. ഇതിനു പിന്നാലെ മാധ്യമപ്രവർത്തക കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സുരേഷ് ഗോപി സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും മോശം ഉദ്ദേശത്തോടെ പെരുമാറിയെന്നുമായിരുന്നു മാധ്യമപ്രവർത്തക കമ്മീഷണർക്ക് നൽകിയ പരാതി. സുരേഷ് ഗോപിക്കെതിരെ IPC 354, കേരള പോലീസ് ആക്ട് 119 വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു. മാധ്യമപ്രവർത്തകയ്ക്ക് മാനഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ സുരേഷ് ഗോപി പ്രവർത്തിച്ചു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. 2 വർഷം തടവോ അല്ലെങ്കിൽ പിഴയോ, ഇത് രണ്ടും ഒരുമിച്ചോ ലഭിക്കാവുന്ന വകുപ്പാണിത്. സംഭവം വിവാദമായതോടെ സുരേഷ് ഗോപി ഖേദം പ്രകടിപ്പിച്ചിരുന്നു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.